Hi friends, welcome back. നല്ലൊരു സ്മാർട്ട് വാച്ച് വാങ്ങിക്കാനുള്ള താല്പര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു നല്ല ബ്രാൻഡിന്റെ AMOLED ഡിസ്പ്ലേയും ബ്ലൂടൂത്ത് കോളിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു വാച്ചിനെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഒരെണ്ണമല്ല, ഫാസ്ട്രാക്കിന്റെ ഈ പറഞ്ഞ സംവിധാനങ്ങളുള്ള ഒരു വാച്ചും ഉണ്ട്. പിന്നെ അതിന്റെ ഒരു കുഞ്ഞനുജൻ പ്ലേ എന്ന് പറയുന്ന ഒരു വാച്ചും ഉണ്ട്. ഇത് പ്ലേ പ്ലസ് ആണ്, റിഫ്ലെക്സ് പ്ലേ പ്ലസ്. ഇത് റിഫ്ലെക്സ് പ്ലേ. സോ രണ്ട് വാച്ചുകളെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. നല്ലൊരു ബ്രാൻഡ്, ഫാസ്ട്രാക്ക് പോലെ ഒരു ബ്രാൻഡിന്റെ ഒരു നല്ല സ്മാർട്ട് വാച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണാം. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആദ്യം നമുക്ക് റിഫ്ലെക്സ് പ്ലേ പ്ലസ് എന്ന് പറയുന്ന ഈ കൂടിയ വേരിയന്റിന്റെ വിശദാംശങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അത് കഴിഞ്ഞിട്ട് പ്ലേയിലേക്ക് വരാം. സോ ഈ കാണുന്നതാണ് ഫാസ്ട്രാക്ക് റിഫ്ലെക്സ് പ്ലേ പ്ലസ് എന്ന വാച്ചിന്റെ ബോക്സ്. AMOLED ഡിസ്പ്ലേ, ബ്ലൂടൂത്ത് കോളിംഗ്, മെയിൻ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പുറകിലും കാണിക്കുന്നുണ്ട്. നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് വാച്ച് പുറത്തേക്ക് എടുക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം, നല്ല ക്വാളിറ്റിയിൽ തന്നെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ വാച്ച് പൊതുവെ ഈ രീതിയിൽ തന്നെയാണ് പാക്ക് ചെയ്ത് വരുന്നത്. എന്തായാലും പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന രീതിയിലാണ് ഈ ഒരു വാച്ചിന്റെ ലുക്ക്. അതായത് ഒരു യൂണിസെക്സ് വാച്ച് എന്ന് പറയാം. എല്ലാവർക്കും, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന വളരെ നല്ല കോമ്പാക്റ്റ് ആയ, നല്ല ഡീസൻ്റ് ആയ, ലൈറ്റ് വെയിറ്റ് ആയ ഡിസൈനിലുള്ള ഒരു വാച്ചാണ്. കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക്. ഞാൻ കയ്യിൽ കെട്ടി കാണിച്ചു തരാം. വളരെ കംഫർട്ടബിൾ ആയിട്ട് ഡീസൻ്റ് ആയിട്ടിരിക്കും, ഒരു വിഷയമില്ല. സ്ട്രാപ്പൊക്കെ സിലിക്കോൺ സ്ട്രാപ്പാണ് വരുന്നത്. ഇതിൻ്റെ കേസ് വന്നിട്ട് അലുമിനിയം കേസാണ്. അതിൻ്റെ ഒരു ഫിനിഷിങ്ങും ക്വാളിറ്റിയും ഒക്കെ നമുക്ക് കാണാനുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാനിത് കയ്യിൽ കെട്ടിയിട്ടുണ്ട്. കണ്ടോ, ഈ രീതിയിലുള്ളൊരു ലുക്കാണ് നമ്മളിത് കയ്യിൽ കെട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുണ്ട്, പ്രശ്നമൊന്നുമില്ല. സോ ഇനി നമുക്കിതിൻ്റെ ഘടകങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മെയിനായിട്ട് ഇത് ബ്ലൂടൂത്ത് കോളിംഗ് ഉള്ള ഒരു AMOLED ഡിസ്പ്ലേക്കുള്ളൊരു വാച്ചാണ്. ഡിസ്പ്ലേ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം, നല്ല ഡീസൻറ്റ് ക്വാളിറ്റിയാണ്, ഒരു ഇഷ്യൂവും പറയാനില്ല. 1.3 ഇഞ്ച് വരുന്ന AMOLED ഡിസ്പ്ലേ ആണ്. ആനിമേറ്റഡ് വാച്ച് ഫേസുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം ആനിമേറ്റഡ് വാച്ച് ഫേസുകൾ പലതരത്തിലുണ്ട്. ഞാൻ ഒരെണ്ണം സാമ്പിൾ കാണിക്കുന്നു. മറ്റ് വാച്ച് ഫേസുകൾ ഇടുമ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ ഭംഗിയിലും കാര്യങ്ങളിലൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുമുണ്ട്. കേസ് അലുമിനിയം കേസാണ്. IP68 വാട്ടർ റെസിസ്റ്റൻസ് സംവിധാനമൊക്കെ ഉള്ളൊരു വാച്ചാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും വെള്ളമായാലും വെള്ളം കയറി നശിക്കുമെന്നുള്ള പേടി വേണ്ട. നല്ല സ്ട്രോങ് ആയ ഒരു ബെൽറ്റ് കൊണ്ട് വാട്ടർ റെസിസ്റ്റൻ്റ് പോലുള്ള സംവിധാനങ്ങളും വരുന്നുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് കോളിംഗ് ആണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം. സോ അതിൻ്റെ ക്വാളിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. കോൾ വരുന്നുണ്ട്, സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം. കോൾ അറ്റൻഡ് ചെയ്യാം. ഹായ്, അപ്പൊ ഈ കേൾക്കുന്നത് ഇതിന്റെ വാച്ചിന്റെ സ്പീക്കർ ക്വാളിറ്റിയാണ്. നമ്മൾ അതിലൂടെ സംസാരിക്കാൻ ശ്രമിച്ചാൽ ഈ രീതിയിലായിരിക്കും നിങ്ങൾക്ക് വാച്ചിൽ നിന്ന് സൗണ്ട് കേൾക്കാൻ പറ്റുക. എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം ഭയങ്കരമായ അപ്പടി നല്ലതെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തിരക്കേടില്ലാത്തൊരു ലെവലുണ്ട്. സോ ഈ രീതിയിലുള്ളൊരു ബ്ലൂടൂത്ത് കോളിംഗ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കാം. പിന്നെ AI അസിസ്റ്റൻറ്റ്, ഒരു അസിസ്റ്റൻറ്റ് സംവിധാനമൊക്കെ ഉണ്ട്. അതൊക്കെ വോയിസ് വഴി നമുക്ക് ഇതിലൂടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫീച്ചേഴ്സൊക്കെയാണ്. പിന്നെ ഇതിനകത്ത് ഒരു ഗെയിമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് സാധാരണ സ്മാർട്ട് വാച്ചുകൾ കാണാത്തൊരു സംഭവമാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഗെയിമിൻ്റെ സെക്ഷനിലേക്ക് കടന്നാൽ ഫ്ലാപ്പി ബേർഡ് പോലത്തെ ഒരു ഗെയിം കണ്ടോ, നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ കളിക്കാം. പിന്നെയും ഒരെണ്ണം കൂടി വേറെയും ഉണ്ട്. എന്തായാലും ഗെയിമും ഇതിനകത്ത് കളിക്കാമെന്ന സാരം. പക്ഷെ അതുകൊണ്ട് തീർന്നില്ല, ഒരു പക്ക ഒരു ഹെൽത്ത് ഓറിയൻറ്റഡ് ആയ സ്മാർട്ട് വാച്ചാണ്. ഒട്ടനവധി ഫീച്ചേഴ്സ് ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ആ ഫീച്ചേഴ്സൊക്കെ ആക്സസ് ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മൾ ടോപ്പിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം വേണ്ടുന്ന കൺട്രോൾ, മെയിൻ ആയിട്ടുള്ള കൺട്രോൾ സെൻറ്റർ കാണാം. ഡേറ്റ്, എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. സെറ്റിംഗ്സിലേക്ക്, ബ്രൈറ്റ്നസ്സിലേക്ക് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ സ്വൈപ്പ് ചെയ്യുന്നതെങ്കിൽ ഈ രീതിയിൽ എല്ലാ ഐക്കണുകളും അറേഞ്ച് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഐക്കണുകളുടെ ചുറ്റും നമുക്ക് വട്ടത്തിൽ കറക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള ഏരിയയിലേക്ക് എത്തിയാൽ നടുവിൽ ടാപ്പ് ചെയ്താൽ മതി. ആ നടുവിൽ കിടക്കുന്ന ഐക്കൺ ആയിരിക്കും ആക്ടിവേറ്റ് ആവുക. പക്ഷേ ഇങ്ങനെ മാത്രമേ സെറ്റിംഗ്സ് ആക്സസ് ചെയ്യാൻ പറ്റൂ. ഈ വട്ടത്തിലിട്ട് കറക്കിക്കൊണ്ടിരിക്കണം എന്ന് വിചാരിക്കേണ്ട. നമുക്ക് നേരെ താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്താൽ സെറ്റിംഗ്സിനകത്ത് അല്ലെങ്കിൽ അതിൻ്റെ നോർമലായിട്ടുള്ള എല്ലാ ഐക്കണുകളും നമുക്ക് അവിടെ കാണാം. അതിലൂടെ നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകാവുന്നതാണ്. റൈറ്റ് സൈഡിലേക്കാണ് നിങ്ങൾ സ്വൈപ്പ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് ഇത് കോളിംഗ് ഉള്ള വാച്ചാണ്, ബ്ലൂടൂത്ത് കോളിംഗ് ഉള്ള വാച്ചാണ്. അതുകൊണ്ട് ആദ്യം തന്നെ കോളിൻ്റെ സംവിധാനങ്ങളാണ് കാണാൻ സാധിക്കുക. റീസെൻറ്റ് കോള്, കീപാഡ്, കോൺടാക്റ്റ്, നമ്പർ ടൈപ്പ് ചെയ്തുകൊണ്ട് വിളിക്കാം. കോൺടാക്റ്റ് സിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ കോൺടാക്റ്റ് വഴിയും വിളിക്കാം. അല്ലെങ്കിൽ റീസെൻറ്റ് കോൾസ് എടുത്തിട്ട് അതിൽ നിന്നും വിളിക്കാം. നോ ഇഷ്യൂ. ഇനി ഇതിനകത്തെ ഓരോ സംഭവങ്ങളായിട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഹെൽത്ത് പരമായ എല്ലാവിധ സംവിധാനങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ മൈ ഫിറ്റ്നസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഐക്കൺ മൊത്തത്തിലുള്ള നമ്മുടെ ഫിറ്റ്നസിൻ്റെ ലെവലും കാര്യങ്ങളും കാണിക്കും. തൊട്ടടുത്ത് സ്ലീപ്പ് ട്രാക്കിംഗ് പോലുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഹേർട്ട് റേറ്റ് മോണിറ്ററിംഗ് ആണ് അടുത്തതായിട്ട് കാണിക്കുന്നത്. എവിടെയെങ്കിലൊക്കെ ഊരി വെച്ചാലും മരത്തിൽ കെട്ടിയിട്ടാലോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലല്ലാണ്ട് അവിടെ ഇവിടെ കൊണ്ട് വെക്കുമ്പോഴൊക്കെ ഹേർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യുമെന്ന് വിചാരിക്കേണ്ട. ശരിയായിട്ട് കയ്യിൽ കെട്ടിയാൽ തന്നെ ഹേർട്ട് റേറ്റ് ഒക്കെ വർക്ക് ചെയ്യുള്ളൂ. സോ അതൊക്കെ ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ മൾട്ടി സ്പോർട്സ് മോഡുകൾ, ഇഷ്ടംപോലെ സ്പോർട്സ് മോഡുകളുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളത് എടുത്തുകൊണ്ട് എക്സസൈസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ വെച്ചുകൊണ്ട് എക്സസൈസ് ഒക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ബ്ലഡ് പ്രഷർ മോണിറ്ററിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെയുണ്ട്. സോ അത് ഏതാണ് ഒരു നോർമൽ ലെവൽ എന്നുള്ളതും നമുക്ക് എത്രയുണ്ടെന്നുള്ള ലെവലും ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. സോ അത് നോക്കിയാൽ തന്നെ ഒരു സാധാരണക്കാരന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ലെവൽ സേഫ് ആണോ എന്നുള്ള കാര്യം. അടുത്തത് SpO2, അതിൻ്റെയും ലെവലും കാര്യങ്ങളൊക്കെ ഏതാണ് ഒരു ശരാശരി നല്ല ലെവല്.
ആ ലെവലിലാണോ നമ്മുടെ വരുന്നതെന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. സോ അതും മെഷർമെൻറ്റ് കൃത്യമായിട്ട് കാണിക്കുന്നു. പിന്നെ വെതർ, നോട്ടിഫിക്കേഷൻ, ക്യാമറ ആക്സസ്, മ്യൂസിക് കൺട്രോൾ, അങ്ങനെ എല്ലാ വിധത്തിലുള്ള അലാറം, ബ്രെത്ത് ട്രെയിനിങ് പോലുള്ള കാര്യങ്ങൾ, പിന്നെ ഫ്ലാഷ് ലൈറ്റ്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇതിനകത്ത് നോർമലി വരുന്നുണ്ട്. സോ ഹെൽത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാറ്ററി ലൈഫ് എങ്ങനെയെന്ന് ചോദിച്ചാൽ 240 mAh ആണ് ബാറ്ററി. നല്ല ബാറ്ററി ലൈഫ് ഉണ്ട്. അവർ പറയുന്നത് 7 ദിവസത്തെ ബാറ്ററി ലൈഫാണ്. അതിൽ കൂടുതൽ കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. കാരണം ഞാനിവിടെ ഇത് ചാർജ് ചെയ്ത് വെച്ചിട്ട് ഒരുപാട് ദിവസങ്ങളായി. 7 ദിവസം ഒന്നല്ല, അതിൽ കൂടുതലായിട്ടുണ്ട്. ചാർജ് കഴിഞ്ഞിട്ടൊന്നുമില്ല, ആ രീതിയിലുണ്ടായിരുന്നു. എന്തായാലും 5-6 ദിവസമൊക്കെ ഉറപ്പായിട്ടും കിട്ടും. നല്ല ബാറ്ററി ലൈഫ് ഉണ്ട്, അതിലൊരു ഡൗട്ടും ഇല്ല. സോ അപ്പോൾ ഇങ്ങനെയാണ് ഈ വാച്ചിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. കൂടുതലായിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ്, ബ്ലൂടൂത്ത് കോളിംഗ്, AMOLED ഡിസ്പ്ലേ, പിന്നെ ഈ പറഞ്ഞ എക്സസൈസ് കാര്യങ്ങൾ എല്ലാം ചെയ്യാം. വുമൻസ് ഹെൽത്ത് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. ടോട്ടലി ഇങ്ങനൊരു ബ്ലൂടൂത്ത് കോളിംഗ് ഫാസ്ട്രാക്ക് എന്നൊരു ബ്രാൻഡിൻ്റെ ഇതിൻ്റെ വില നോക്കിയാൽ 6,995 രൂപയാണ്. സോ ഈ 7,000 രൂപ റേഞ്ചിൽ കൊടുത്തുകൊണ്ട് ഈ വാച്ച് നിങ്ങൾക്ക് ഫാസ്ട്രാക്ക് എന്ന ബ്രാൻഡ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അതല്ല നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ രണ്ടാമത് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. ഇങ്ങനെയാണ് ഈ പ്ലേ പ്ലസ് എന്ന വാച്ചിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി മറ്റൊരു ഐറ്റം കൂടിയുണ്ട്, ഫാസ്ട്രാക്ക് റിഫ്ലെക്സ് പ്ലേ. ഇതിൻ്റെ ഒരു അനിയനായിട്ട് വരും. അത്ര കണ്ട് ഫീച്ചേഴ്സ് ഇല്ല, പക്ഷേങ്കിൽ വിലയും കുറവാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. ബോക്സിൽ പ്രത്യേകിച്ച് അതിലുള്ളതിൽ നിന്ന് കവിഞ്ഞ് കൂടുതലൊന്നുമില്ല. അതുകൊണ്ട് ബോക്സിൻ്റെ അൺബോക്സിംഗ് ഒന്നും ഞാൻ അവിടെ കാണിക്കുന്നില്ല. വാച്ചിലേക്ക് ഡയറക്റ്റായിട്ട് വരാം. ഇതാണ് വേറെ കളർ വേരിയൻ്റ് ആണ്. ഇതൊരു ബ്ലൂ പോലത്തെ കളർ വേരിയൻ്റ് ആണ് നമ്മുടെ കിട്ടിയിരിക്കുന്നത്. ഇതിലും അലുമിനിയം കേസിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ്, AMOLED ഡിസ്പ്ലേ തന്നെയാണ്. അതുകൊണ്ട് ആ ഭാഗങ്ങളൊന്നും കൂടുതൽ ഞാൻ പറയുന്നില്ല, സെറ്റാണ്. ഇതിലും സിലിക്കോൺ സ്ട്രാപ്പ് തന്നെയാണ് വരുന്നത്. നല്ല ക്വാളിറ്റി സ്ട്രാപ്പ്, കംഫർട്ടബിൾ ആണ്, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവുന്നില്ല. 1.3 ഇഞ്ച് വരുന്ന AMOLED ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സോ അതിലും വേറെ മാറ്റമൊന്നുമില്ല. IP68 വാട്ടർ സെൻസ് സംവിധാനമൊക്കെ ഇതിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സോ അതിൽ കണ്ട പ്രധാനപ്പെട്ട എല്ലാ ഘടകങ്ങളും ഇതിലും വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സിലാണ് വ്യത്യാസം വരുന്നത്. നേരത്തെ നമ്മളെ പ്ലേ പ്ലസിൽ കണ്ട പോലെ ബ്ലൂടൂത്ത് കോളിംഗ് അതുപോലുള്ള കാര്യങ്ങൾ ഇതിൽ വരുന്നില്ല. ബ്ലൂടൂത്ത് കോളിംഗ് വരുന്നില്ല. അതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട വ്യത്യാസമായിട്ട് വരുന്നത്. ബാക്കിയെല്ലാം സെയിം ആണ്. ഫീച്ചേഴ്സൊക്കെ നോക്കിയാൽ ബ്ലഡ് പ്രഷർ മോണിറ്ററിംഗ് പോലുള്ള കാര്യങ്ങളുണ്ട്. അതേപോലെ 20-ലധികം സ്പോർട്സ് മോഡുകൾ നമ്മുടെ പ്ലേ പ്ലസിലെ പോലെ തന്നെ ഇതിലും വരുന്നുണ്ട്. SpO2, അതേപോലെ തന്നെ റെസിസ്റ്റൻസ്, സെഡൻഡറി റിമൈൻഡർ, പിന്നെ നോട്ടിഫിക്കേഷൻ, ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, അങ്ങനെയുള്ള എല്ലാവിധ സംഭവങ്ങളും, അലാറം, സ്റ്റോപ്പ് വാച്ച്, അങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും ഇതിനകത്തും വരുന്നുണ്ട്. സോ ഫീച്ചർ വൈസ് എക്സാക്ട്ലി പ്ലേ പ്ലസ് പോലെ തന്നെയാണ്. ഈ ബ്ലൂടൂത്ത് കോളിങ്ങിൻ്റെയും മൈക്കിൻ്റെയും AI അസിസ്റ്റൻറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ നിന്നും മാറി നിൽക്കുന്നുണ്ട്. അത് ഇതിനകത്ത് വരുന്നില്ല. അപ്പോൾ ആ സ്പീക്കർ സംവിധാനങ്ങളുടെ ഒരു യൂസാണ് ഇതിനകത്ത് വരാത്തത്. സ്പീക്കർ ഇല്ല. അപ്പോൾ ആ ഒരു സംഗതി ഒഴിച്ച് ബാക്കിയെല്ലാം ഇതിനകത്ത് പക്കാവായിട്ടുണ്ട്. ബാറ്ററി ലൈഫിലും ഈ ഒരു വാച്ചിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 200 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം 4-5 ദിവസം സുഖമായിട്ട് ബാറ്ററി ലൈഫ് കിട്ടും. യൂസ് ചെയ്താലും ഇതാണ് നമ്മൾ കുറച്ച് ദിവസം യൂസ് ചെയ്ത് നോക്കിയത്. ബാറ്ററി ലൈഫിലൊന്നും ഒരു ഇഷ്യൂ ഇല്ല. 4-5 ദിവസം അടിപൊളിയായിട്ട് കിട്ടും. ഇനി ഈ 2 വാച്ചിൽ എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ GPS എന്ന സംവിധാനം ഇതിനകത്ത് വരുന്നില്ല. ഫോണിലെ GPS ആണ് ഇത് ഉപയോഗിക്കുക. സോ ഫോണും കൂടി കൊണ്ടു നടക്കേണ്ടി വരും നിങ്ങൾ ഈ എക്സസൈസ് പോലുള്ള കാര്യങ്ങൾക്ക്, റണ്ണിങ്, വാക്കിംഗ് അതിനൊക്കെ പോകുമ്പോൾ. എങ്കിലാണ് കറക്റ്റായ ഒരു ട്രാക്കിംഗ് നമുക്ക് കിട്ടുകയുള്ളൂ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ടായിട്ട് ഫേസ് ചെയ്തേക്കാം. പക്ഷേ ഫോൺ കൊണ്ടു നടന്നാൽ ആ പ്രശ്നം സോൾവ് ആവും. നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാൻ മടിക്കണ്ട. പ്ലേ എന്ന വാച്ചിൻ്റെ വില 5,995 രൂപയാണ്. അപ്പോൾ 6,995 രൂപയാണ് ഈ പറയുന്ന പ്ലസിന്, അതായത് ബ്ലൂടൂത്ത് കോളിംഗ് ഉള്ള വാച്ചിന്. രണ്ടായാലും ഫാസ്ട്രാക്ക് എന്ന ബ്രാൻഡ് നിങ്ങൾക്ക് ഇഷ്ടമാണ്, ആ ബ്രാൻഡിന് നിങ്ങൾക്കൊരു മനസ്സിലൊരു സ്ഥാനം ഉണ്ടെങ്കിൽ ആ ബ്രാൻഡിൻ്റെ ഈ വിലയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല വാച്ചുകളാണ് ഈ പറയുന്ന ഫാസ്ട്രാക്ക് റിഫ്ലെക്സ് പ്ലേ പ്ലസും പ്ലേയും. ആ ബ്രാൻഡിൻ്റെ വാച്ചുകൾ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും നോക്കാം. വലിയ കുഴപ്പമില്ലാത്ത, കംപ്ലയിൻസ് ഒന്നും ഇല്ലാത്ത ഡീസൻ്റായ വാച്ചുകളാണ്. സോ അതാണ് 2 ഫാസ്ട്രാക്ക് വാച്ചുകളുടെ ഒരു വീഡിയോ. കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ചോദിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.